ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ലോകം മുഴുവനും നശിപ്പിച്ച ആ മഹാപ്രളയം കഴിഞ്ഞു. അപ്പോഴിനി ആളുകൾ ലോകത്ത് എത്രയാ ഉള്ളത്? ഈ 80 പേരാണ് രക്ഷപ്പെട്ടവർ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ സാം, ഹാം, യാഫീത്ത് എന്നീ 3 മക്കളും അവരുടെ കുടുംബങ്ങളുമായിരുന്നു അവർ. മഹാപ്രളയത്തിൻ്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടി അവർ കപ്പലിൽ തന്നെ കുറച്ച് ദിവസം കഴിച്ചുകൂട്ടി. വെള്ളം ഇറങ്ങിയതോടെ മനസ്സിലായി കപ്പൽ ജൂതി പർവ്വതത്തിൻ്റെ മുകളിലാണെന്ന്. അവരെല്ലാം പർവ്വതത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ഓരോ കൂട്ടരെയും കുറച്ച് വെള്ളവും അവർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ ഉള്ള സ്ഥലത്ത് താമസിപ്പിച്ചു. അവിടെ ഈ 3 കുടുംബങ്ങൾ പെരുകി വലിയൊരു ജനാവലിയായി. ഹാമിൻ്റെ സന്താനങ്ങളായ ഹാമൈറ്റുകളാണത്രേ ആദ്യം മറ്റു പ്രദേശത്തേക്ക് പുറപ്പെട്ടു പോയത്. അവർ ആദ്യം നൈൽ നദീ തീരത്തേക്കും അവിടെ നിന്ന് പിന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കും വ്യാപിച്ചു. യാഫേത്തികൾ സിന്ധു നദീ തീരത്തേക്കും അവിടെ നിന്ന് പിന്നെ ഇന്ത്യ, ചൈന തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. സമൈറ്റുകൾ അവിടെ തന്നെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് തീരങ്ങളിൽ, പിന്നെ അറേബ്യയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഈ സമൈറ്റുകളിൽ നിന്ന് ആദെന്ന് പേരായ ഒരു ഭീമാകാരനുണ്ടായി. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെയാണ് ഖുർആനിൽ ബനി ആദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൈസാണ്, ദീർഘകായർ. അറേബ്യൻ അർദ്ധദ്വീപിൻ്റെ തെക്കേ അറ്റത്തുള്ള ഉബാറിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ സ്ഥലത്തിന് അഹ്കാഫ് എന്നും പേരുണ്ട്. ഈ അഹ്കാഫിലാണ് ആദുകൾ താമസിച്ചത്. ഇവർ ഒറ്റയ്ക്ക് ഒരു മൃഗത്തെ ഭക്ഷിക്കൂ അത്രേ. രാക്ഷസന്മാരാണോ എന്നുണ്ട് എനിക്കും സംശയം. അത്ര വലിയ സൈസാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി ഈ കൂട്ടരെ തന്നെയാണോ പുരാണ കഥകളിൽ രാക്ഷസന്മാരെന്ന് പറയുന്നതെന്ന് അറിയില്ല. ഇവർ കൂട്ടത്തോടെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നശിച്ചു പോയിട്ടുണ്ട്. ഭയങ്കര സൈസ് എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പം ഉണ്ടാവും? നമ്മുടെ ഒരു 10 ഇരട്ടി വലുപ്പം. ഒറ്റ ഇരുപ്പിൽ ഒരാൾ ഒരു മൃഗത്തെ തിന്നു തീർക്കും എന്നാ പറഞ്ഞത്. ഒരു മൃഗത്തെ എന്ന് പറഞ്ഞാല് ഒരു ആടിനോ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെയോ? ഒട്ടകത്തെ തന്നെയായിരിക്കും. ഈ ആദു രാക്ഷസന്മാരിൽ അവരുടെ നബിയിൽ വിശ്വസിച്ചവർ നശിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ലേ? അവരുടെ സന്താനങ്ങൾ ഒറ്റപ്പെട്ട കാടുകളിലേക്ക് അലഞ്ഞു തിരിഞ്ഞതായിരിക്കാം കഥകളിലെ രാക്ഷസന്മാരാന്നാ ഉമ്മാമ പറഞ്ഞത്. ശരിയാ, ഇതിലൊരാൾ നടന്ന് ഇന്ത്യയിലും എത്തിയിട്ടുണ്ട്. ആരാണത്? ഭീമൻ കൊന്ന ഭഗൻ എന്ന രാക്ഷസൻ. ഈ ആദ്യ സമൂഹത്തിലേക്ക് വന്ന നബി ആരാണ്? ഹൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹവും ഇതുപോലെ വലിയ ആളാണോ? അതങ്ങനെയല്ലേ ആവോ? എപ്പോഴും ഒരു കൂട്ടർക്ക് നബിയാവുന്നത് അവരിൽ നിന്ന് തന്നെയുള്ള നന്മ നിറഞ്ഞ ആളാണ്. അല്ലെങ്കിൽ പിന്നെ ഈ രാക്ഷസന്മാര് അദ്ദേഹത്തെ മൂക്കിൽ വലിച്ചു കളയില്ലേ? ഇവർ വലിയ മലമുകളിൽ ഉയർന്ന സ്തൂപങ്ങളുണ്ടാക്കി, വലിയ വലിയ കെട്ടിടങ്ങളും ഉണ്ടാക്കി. ആവശ്യത്തിനല്ല അവയൊന്നും ഉണ്ടാക്കിയത്, അഹങ്കാരവും ഹുങ്കും കാട്ടിയതാണ്. അവരെ ജയിക്കാൻ ഭൂമിയിൽ ആരുമില്ലെന്ന് അഹങ്കരിച്ചു. ധൂർത്തും പെരുമ കാണിക്കലും ഒക്കെ തെറ്റാണ്, അഹങ്കാരം ആപത്താണ് എന്ന് ഇവരുടെ നബി ഹൂദ് അലൈഹിസ്സലാം അവരെ ഉപദേശിച്ചു. ഇവരിൽ സദ്ദാദ് ഇബ്നു ആദ് എന്നൊരുത്തനുണ്ട്. അയാൾ ഭയങ്കര ഫേമസ് ആയി. അവൻ സ്വേച്ഛാധിപതിയും അവരുടെ നേതാവുമായി. ആദ് സമൂഹം അവന്റെ കൽപ്പനകൾക്ക് വഴങ്ങിയിരുന്നു. അവനുവേണ്ടി അടിമകളെപ്പോലെ പണിയെടുത്തു. ദൈവധിക്കാരികളുടെ അടിമകളാകരുത്, സ്വന്തമായി വ്യക്തിത്വവും സ്വാതന്ത്ര്യവും വേണമെന്ന് ഹൂദ് നബി അവരെ ഉപദേശിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ വേദത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണം ഉണ്ടല്ലോ, അതനുകരിച്ച് സ്വർഗമുണ്ടാക്കിയ അവൻ. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചത് എന്താണ്? അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളാണെന്നും അവിടെ എല്ലാത്തരം പഴങ്ങളും തേനും പാലും ഒഴുകുന്ന നദികളുണ്ടെന്നും ഒക്കെയല്ലേ? അതെ, അവർ പ്രവേശിക്കുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ. അവയുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർക്ക് അവർ ഉദ്ദേശിക്കുന്നതെന്തും അതിൽ ഉണ്ടായിരിക്കും. അപ്രകാരമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അതിവർക്കറിയാം. അതുകൊണ്ട് ഇവരതുപോലെ ഒരു സ്വർഗമുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ സദ്ദാദ് ഇബ്നു ആദ് ഒരു സ്വർഗമുണ്ടാക്കിയത്രേ. സ്വർഗക്കാരുടെ അവസ്ഥയെപ്പറ്റി ഇങ്ങനെയും പറയുന്നുണ്ട്. സ്വർണ്ണ നൂലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിൽ ആയിരിക്കും അവർ. അവയിൽ അവർ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിരിക്കും. നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും. കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവുജലം നിറച്ച പാനപാത്രവും കൊണ്ട് അതു കുടിക്കുക മൂലം അവർക്ക് തലവേദനയുണ്ടാവുകയോ ലഹരി ബാധിക്കുകയോ ഇല്ല. അവർ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന
തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് അവർ ചുറ്റി നടക്കും. വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികളും അവർക്കുണ്ട്. ചിപ്പികളിൽ ഒളിച്ചുവെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമായിക്കൊണ്ടാണ് അതെല്ലാം നൽകപ്പെടുന്നത്. പക്ഷിമാംസമല്ലേ ചിക്കൻ? വെളുത്ത തർണികളോ? വെളുത്ത തരുണികളാണ് ഹൂർലിങ്ങൾ. ആടുകൾ അവരെ എങ്ങനെ ഉണ്ടാക്കി? അവരിലെ രാക്ഷസികളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവാം. അയ്യോ, അക്കാലത്തും ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നോ? സ്വർഗമുണ്ടാക്കിയവന് പിന്നെ ബ്യൂട്ടി പാർലർ ഉണ്ടാക്കാനാണോ പണി? സദ്ദാദ് അവനുണ്ടാക്കി സ്വർഗത്തിൽ കയറിയാ? ഇല്ല, ഒരു മലക്ക് വന്നു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറയാൻ. ആ ധിക്കാരി പറഞ്ഞില്ല. മലക്ക് അട്ടഹസിച്ചു. അതോടെ സദ്ദാദും അവന്റെ സ്വർഗവും തീർന്നു. അതോടെ ആ സമൂഹം മുഴുവൻ നശിച്ചു തീർന്നു. പിന്നെയും ആ സമൂഹമുണ്ട്. അപ്പം ആ സമൂഹം ഇതുപോലെ തന്നെയാണ്. അവർക്ക് ഈ ഭയങ്കര കഴിവല്ലേ, പല പഴങ്ങളുടെ ചാർന്നെല്ലാം മദ്യം ഉണ്ടാക്കി നല്ല ലഹരി പദാർത്ഥങ്ങളിലൊക്കെ അതെല്ലാം അടിച്ചുകൊണ്ട് നടക്കും. ഭയങ്കര അക്രമം, ആരെ വേണമെങ്കിൽ ആക്രമിക്കും. ഒരു ഇതില്ല, ഒരു അച്ചടക്കം ഇല്ല, ഒരു അനുസരണം ഇല്ല. എല്ലാം തോന്നിയ മക്കൾ ഉപ്പാനടിക്കും, ഉപ്പ് മക്കളടിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം ടം അക്രമികളാണ്. അപ്പം അവരിൽ നിന്ന് തന്നെ നല്ല ഒരാളാണ് ഹൂദ് നബി അള്ളാഹു നിയോഗിച്ചു. ഹൂദ് നബിയാണത്രേ ആദ്യമായിട്ടൊരു ഭാഷ ഉണ്ടാക്കിയത്. അറബി ഭാഷ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് ഹൂദ് നബിയാണെന്നാണ് അറിയുന്നത്. ആയിരിക്കാം. അതുവരെ അവർ സംസാരിച്ചിരുന്ന സെമിറ്റിക് ഭാഷയിൽ നിന്നാണ് അറബി ഭാഷ ഉണ്ടായത്. ഹൂദ് നബി അലൈഹിസ്സലാമയാണത്രേ ആദ്യമായിട്ട് നല്ലൊരു ഭാഷയുണ്ടാക്കിയത്. ആ ഭാഷയാണ് പിന്നീട് അറബി ഭാഷയായി തീർന്നത്. അറബിയാണോ ലോകത്തെ ആദ്യത്തെ ഭാഷ? അതിനു മുമ്പ് ചില പ്രാകൃത ഭാഷകളേ ഉള്ളൂ. ഹൂദ് അലൈഹിസ്സലാം അവരെ ഉപദേശിച്ചു, എൻ്റെ ജനങ്ങളെ, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാനും അനുസരിക്കാനുമാണ്. നിങ്ങളിങ്ങനെ അക്രമികളാകരുത്. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും എത്ര ശക്തിയാണ് അള്ളാഹു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹവും ചെയ്തു തന്നിട്ടും നിങ്ങളിങ്ങനെ നിഷേധികളാകരുത്. ദൈവമല്ലാത്തതിനെ ആരാധിച്ച് അഹങ്കാരികളാകരുത്. ഞാൻ നിങ്ങളോട് അതിനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. അവർ നൂഹ് അലൈഹിസ്സലാം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമൊക്കെ മറന്ന് വദ്ദിനെയും സുവായിനെയും യഗൂത്തിനെയും ഒക്കെ ആരാധിച്ചു തുടങ്ങിയിരുന്നു. നാട് നീളെ പ്രതിഷ്ഠകളും നടത്തിയിരുന്നു. അവർക്ക് നേർച്ചകളും വഴിപാടുകളും പതിവാക്കിയിരുന്നു. അതിനെതിരായി ഹൂദ് നബി സംസാരിച്ചു. നിങ്ങൾ നേരം പോക്ക് കാണിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും അടയാളസ്തംഭം കെട്ടിവരികയാണോ? നിങ്ങൾ നിത്യവാസം ചെയ്തേക്കാമെന്ന ഭാവേന നിങ്ങൾ വൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കയ്യൂക്ക് നടത്തുകയാണെങ്കിൽ നിഷ്ഠൂരമായ നിലയിൽ കയ്യൂക്ക് നടത്തുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുകയും. അവരുടെ മറുപടിയോ, ഞങ്ങളുടെ പിതാക്കൾ ചെയ്തതൊക്കെ തെറ്റാണെന്നോ? ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നും മാറ്റാനാണോ നീ നോക്കുന്നത്? ഞങ്ങളുടെ ഉപ്പാപ്പമാരൊക്കെ നരകത്തിൽ പോയിട്ട് നീയാണോ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത്? എന്നാൽ നമുക്ക് അവർ പോയെടുത്ത് തന്നെ പോയാൽ മതി എന്നവർ ധിക്കരിച്ചു. ഇവർക്ക് ആരോഗ്യവും തടിമിടുക്കും അധികമുള്ളത് കാരണം എന്ത് പ്രവൃത്തിയും ചെയ്യാൻ പറ്റും. അത് അവരെ അഹങ്കാരികളാക്കി. ഞങ്ങളെ ജയിക്കാൻ ലോകത്തിൽ ആരും ഇല്ല എന്ന അഹങ്കാരം. എന്തായിരുന്നു ആദ്യ രാക്ഷസന്മാരുടെ ഏറ്റവും വലിയ കുരുത്തക്കേട്? ഇവരുടെ പ്രതാപത്തിന്റെ ചിഹ്നമായി മലകളിലെല്ലാം സ്തൂപങ്ങൾ ഉണ്ടാക്കി. വലിയ കൊട്ടാര സമാനമായ വീടുകളും ഉണ്ടാക്കി. അതൊക്കെ ഇപ്പോഴുണ്ടോ അവിടെ? അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളുണ്ട്. ആ നാട്ടിൽ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളിൽ പിന്നെ ജനവാസം ഉണ്ടാകാറില്ല. അപൂർവ സ്ഥലങ്ങളിലെ ആരെങ്കിലും താമസിക്കുന്നുള്ളൂ. ഇവരും ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചോ? ഇവർ സുമേരിയയിൽ നിന്നും പോയവരല്ലേ. വദ്ദിനെയും സുവായിനെയും ഒക്കെ ഇവർ ആരാധിച്ചിരുന്നു. കൊട്ടാരം പോലത്തെ വീടുകൾ ഉണ്ടാക്കുന്നതൊക്കെ തെറ്റാണോ? ഖുർആനിൽ അവരെ വിമർശിച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പോരാത്തതിന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹമല്ലേ നമുക്ക് മാതൃക. ഹൂദ് നബിയെ ആരും അനുസരിച്ചില്ല. എല്ലാവരും അവരുടെ ധിക്കാരത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവർ അദ്ദേഹത്തോട് പറഞ്ഞതോ, നിങ്ങളെ നബിയാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ കൂടുതൽ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും. ആ സമയത്ത് അവർക്കവിടെ ഒരു വരൾച്ചയുണ്ടായി. മഴ പെയ്തില്ല കുറേ കാലത്തേക്ക്. തടിമാടന്മാരല്ലേ, കുടിക്കാൻ തന്നെ എത്ര വെള്ളം വേണം. ദാഹം കൊണ്ട് വലഞ്ഞു. നൂഹ് നബി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടം പോലെ മഴ തരും.
എന്നിട്ടും അവർ അനുസരിക്കാൻ തയ്യാറായില്ല. പകരം അവർ അവരുടെ പ്രതിഷ്ഠകൾക്ക് ബലികർമ്മങ്ങളും നേർച്ചകളും നടത്തി. അവരുടെ വാക്കുകളിൽ പോലും അഹങ്കാരവും ധിക്കാരവും മാത്രം. വിനയമെന്നത് നാലയലത്തില്ല. ഉമ്മാമ പറയുന്നു, ഇവരായിരിക്കും ആദ്യമായി കടലിൽ കപ്പലോട്ടിയതെന്ന്. ഇവർ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പൽ കണ്ടവരാണല്ലോ. അതുണ്ടാക്കിയത് മലക്കുകളുടെ സഹായത്തോടെയാണ്. പക്ഷേ ഇക്കൂട്ടർക്ക് നല്ല കായിക ശക്തിയുള്ളതുകൊണ്ട് കപ്പലുണ്ടാക്കി കടലിലിറങ്ങി. കടൽ വഴി യമനിലേക്ക് ചരക്കുകൾ എത്തിച്ച് കച്ചവട ചരക്കുമായി ഇവർ സിറിയ വരെ പോയിരുന്നുവത്രേ. ഇത്രയും സമ്പത്തും കഴിവും ഉണ്ടായിട്ടും അവരെന്താ നല്ലവരാകാത്തത്? ഇബ്ലീസ് സമ്മതിക്കണ്ടേ? ഇബ്ലീസ് അവരെ അഹങ്കാരികളാക്കി. തിന്നു കൊഴുത്തു കഴിയുമ്പോൾ ദൈവവിശ്വാസികൾ തന്നെ ദൈവത്തെ മറക്കുന്നു. ഇവർക്കാണെങ്കിൽ ഒന്നിനെയും പേടിയില്ല. നിങ്ങൾ ബലം പ്രയോഗിക്കുമ്പോൾ നിഷ്ഠൂരമായി ബലം പ്രയോഗിക്കുന്നു എന്നാണ് ഖുർആൻ ഇവരെ പറ്റി പറഞ്ഞത്. അവർ തമ്മിൽ അടിപിടി കൂടിയിട്ടുണ്ടാവും അല്ലേ? മല്ലന്മാർ മല്ലയുദ്ധം ചെയ്ത് രസിച്ചിട്ടുണ്ടാവും. ഹൂദ് നബി അലൈഹിസ്സലാം അവരെ എന്താണ് ഉപദേശിച്ചത്? നിങ്ങളുടെ ധൂർത്തും അക്രമവും ഒക്കെ നിർത്തി പശ്ചാത്താപിച്ചാൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും എന്ന്. കുത്തഴിഞ്ഞ ജീവിതം നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശിക്ഷ ഇറങ്ങുമെന്ന് മുന്നറിയിപ്പും കൊടുത്തു. പക്ഷേ ആ അഹങ്കാരികൾ ശിക്ഷയ്ക്ക് ധൃതി കൂട്ടി. 8 പകലും 7 രാത്രിയും തുടർച്ചയായി അടിച്ച കൊടുങ്കാറ്റും പേമാരിയും അവരെ തൂത്തുവാരി. ഒരു തെങ്ങിന്റെ ഉയരമുള്ള മനുഷ്യരെല്ലാം മരങ്ങൾ കൊഴിഞ്ഞു വീണതുപോലെ വീണുകിടന്നു. ആകാശം നിറയെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് സന്തോഷമായി. കറുത്ത മേഘങ്ങൾ നിറഞ്ഞു അവർക്ക് മുകളിൽ. ഹൂദ് നബി പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള മഴമേഘങ്ങളല്ല, നിങ്ങൾക്കുള്ള ആപത്താണ്. അതവർ വിശ്വസിച്ചില്ല. അങ്ങനെ 8 ദിവസം, സബ് ലയാലിം വസമാനിയത്ത അയ്യാമിൻ, 8 പകലും 7 രാത്രിയും തുടർച്ചയായി കാറ്റും മഴയും തുരുതുര അടിച്ചു. ഒരു രക്ഷയുമില്ല. ചുഴലിക്കാറ്റ് വന്ന് അവരെ കറക്കി അടിച്ചു വീഴ്ത്തി. ഇക്കൂട്ടർ അഹങ്കരിച്ചതോ? ഒരു പ്രകൃതിക്ഷോഭത്തിനും അവരെ നശിപ്പിക്കാൻ കഴിയില്ലെന്നാണ്. 4 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് പോയി മുട്ടോളം മണ്ണിൽ കുഴിച്ചിട്ട് നിന്നു. മഴ നിന്നതേയില്ല. എല്ലാവരും ദീനം പിടിച്ച് കാറ്റിലും ഒക്കെ പെട്ട് ആദ് സമൂഹം നശിച്ചു. ഹൂദ് നബിക്കും അദ്ദേഹത്തെ അനുസരിച്ച ജനങ്ങൾക്കും അല്ലാഹു തആല നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ കാണുന്ന കാർമേഘങ്ങൾ മഴയൊന്നുമല്ല, ഇവർക്കുള്ള ആപത്താണെന്ന്. എത്രയും വേഗം സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയിക്കോളാൻ. ഹൂദ് നബി അലൈഹിസ്സലാം കൂടെയുള്ള അനുയായികളുമായി നേരത്തെ മലമുകളിലേക്ക് രക്ഷപ്പെട്ടിരുന്നു.